ഹലോ, ഇന്ന് ഞാനൊരു സിമ്പിൾ സേമിയ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ സേമിയ പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടാലോ? ആദ്യം വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ സേമിയ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാര, ഏലക്ക, പാല്, നെയ്യ്, ഹോർലിക്സ് ഓപ്ഷണൽ ആണ്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതായാലും ആഡ് ചെയ്താൽ മതി. ഹോർലിക്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ കളറും ടേസ്റ്റ് നന്നായിട്ട് തോന്നാറുണ്ട്. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉരുളി എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ആദ്യം വറുത്തെടുക്കാം. പണ്ടൊക്കെ എന്റെ വീട്ടിൽ ഏതെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങൾ വന്നാൽ മാത്രമേ പായസം വെക്കാറുള്ളൂ. വല്ലപ്പോഴും കിട്ടുന്ന ആയതുകൊണ്ട് തന്നെ ആ ദിവസം ഫുള്ള് ഞാൻ ഹാപ്പി ആയി. ഒട്ടുമിക്ക വീടുകളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലെ അവസ്ഥ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ കൊതി തോന്നിയ അപ്പൊ തന്നെ നമ്മൾ സ്പോട്ടിൽ സാധനങ്ങൾ മേടിച്ചുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ സേമിയ ആഡ് ചെയ്ത് വറുത്തെടുക്കാം. അങ്ങനെ സേമിയയും നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉരുളിയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. പഞ്ചസാര ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തത് ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഷുഗർ ഈ കൺസിസ്റ്റൻസിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിക്കുമ്പോൾ തന്നെ കാരമലൈസ് ചെയ്തത് കുറച്ച് ഹാർഡായിട്ട് മാറും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇളക്കി അത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കാരമലൈസ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാൽ എടുത്ത കപ്പിൽ തന്നെ വെള്ളവും അത്ര അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് പാലൊന്ന് തിളച്ചു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയൊരു തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച സേമിയ ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. പാല് തിളച്ചു വരുന്ന ഈ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും ഫ്ലേവറിന് വേണ്ടി ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും ഏലക്കയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഏലക്ക കൂടി ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ സ്മെല്ല് ഒരു രക്ഷ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ തന്നെ പായസം എടുത്ത് കുടിക്കാനായിട്ട് തോന്നും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് ഹോർലിക്സ് ആണ് ഈ പായസത്തിന്റെ ഗെയിം ചേഞ്ചർ. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സ്മെല്ലും ടേസ്റ്റും വേറെ തന്നെയാണ്. ഹോർലിക്സും കൂടെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി സേമിയ നന്നായി വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മുടെ പായസം ഒന്ന് കളർ ആയതല്ലേ. അങ്ങനെ നമ്മുടെ സിമ്പിൾ സേമിയ പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. പായസം കുറച്ച് ലൂസായി നിൽക്കുന്നതാവട്ടെ നല്ലത്, കാരണം തണുത്ത് കഴിയുമ്പോൾ പാലൊന്ന് കുറുകി വരും. അപ്പൊ എല്ലാവരും ഇനി സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.